ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കാപ്പ ചുമത്താൻ ഉത്തരവ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാട് കടത്താൻ CAG കേസ്. DIG S അജിതാ ബീഗം ഉത്തരവിട്ടു. കേസിൽ അറസ്റ്റിലായ 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫെബ്രുവരി 13-നാണ് നിതിന് തൃശൂർ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. സൂരജ് സജീവമായി. സൂരജ്, ഉണ്ടായ പൂരൊക്കെ നമ്മൾ കണ്ടതാണ്. പുല്ലനെ പിടിക്കാനും പുല്ലൻ ഇറങ്ങി പോയതും പുല്ലനെ പിന്നീട് പിടിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ നാട് കടത്താനാണ് ഉത്തരവ്, അല്ലേ? ഹാഷ്മി, എന്തായാലും നാട് കടത്തുകയാണ്. ഇപ്പോൾ പുല്ലനെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6 മാസത്തേക്കാണ് കാപ്പ ചുമത്തി ഇപ്പോൾ പുല്ലനെ നാട് കടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവങ്ങളുടെ തുടക്കം ഡിസംബർ 22-നാണ്. ചാലക്കുടി ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിജയാഹ്ലാദ പ്രകടനം. അതിനിടയിലാണ് ബോധപൂർവം ഈ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ SFI DYFI പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ പോലീസ് ജീപ്പ് ആക്രമിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. മണിക്കൂറുകൾ നീണ്ട അക്രമമായിരുന്നു ചാലക്കുടിയിൽ ഉൾപ്പെടെ അരങ്ങേറിയത്. അന്ന് SI M അഫ്സൽ അടക്കം 5 പോലീസുകാർക്കെതിരെയായിരുന്നു ഇവരുടെ അക്രമം ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് വഴിയിൽ തടഞ്ഞു നിർത്തി SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ചേർന്ന് അടിച്ചു തകർത്തത്. ഈ ജീപ്പിന് മുകളിൽ കയറി നിന്നാണ് നിതിൻ പുല്ലൻ അന്ന് ഈ ജീപ്പിന്റെ ബീക്കൺ അടക്കം പറിച്ചെടുത്ത് ഈ ചില്ലടക്കം അടിച്ചു പൊട്ടിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുല്ലനെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് തന്നെ CPM ഏരിയ സെക്രട്ടറി അശോകന്റെ നേതൃത്വത്തിൽ നിതിൻ പുല്ലനെ മോചിപ്പിച്ച് അവിടെ നിന്ന് കടത്തിവിട്ടത് ഏറെ വിവാദമായിരുന്നു. പിന്നീട് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് നിതിൻ പുല്ലൻ അറസ്റ്റിലാകുന്നു. അതിനുശേഷം 54 ദിവസം ജയിലിൽ കിടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് ജനുവരി 13-നാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. അതിനിടയിൽ ഈ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. 6 മാസത്തേക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ നാട് കടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം CPM ജില്ലാ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള KS അശോകൻ അടക്കം നിരവധി പ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർത്തിരുന്നെങ്കിലും അവരെ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഈ നിതിൻ പുല്ലനെ നാട് കടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഹാഷ്മി, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിതിൻ പുല്ലൻ ജീപ്പിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ, അതിനുശേഷം നിതിനെ പിടിക്കൽ, നിതിനെ മോചിപ്പിക്കൽ, പിന്നൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, വാർത്തയിൽ നിറഞ്ഞു നിന്നാണ്. എന്തായാലും കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാട് കടത്താനാണ് DIG S അജിതാ ബീഗത്തിൻ്റെ ഉത്തരവ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മൻസൂർ പട്ടേത്, ഹാഷ്മി ബ്രോ, കാപ്പ ചുമത്തി നാട് കടത്തൽ എന്താണ് എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി എന്തായിരുന്നു കാപ്പയുടെ ഫുൾ ഫോം, അതായത് അത്തരം ശക്തികൾക്കെതിരെ, അത്തരം ഗുണ്ട എലമെൻസിനെതിരെ ഉള്ള നിയമമാണ് കാപ്പ. അപ്പോൾ ആ കാപ്പ ചുമത്തിയാൽ 6 മാസത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അതിൻ്റെ ബേസിക്. അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സമിതിയുണ്ട്, സമിതി തീരുമാനിക്കും കാപ്പ ചുമത്തണം എന്നുള്ള കാര്യമൊക്കെ. 6 മാസത്തേക്കാണ് അതിൻ്റെ കാലാവധി.